വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനമായ വൈഷ്ണോയ് മൂവ്മെൻറ്റ് ആരംഭിച്ച സ്ഥലം രാജസ്ഥാനിലെ ഖജാർലെ. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനമായ വൈഷ്ണോയ് മൂവ്മെൻറ്റ് ആരംഭിച്ച സ്ഥലം രാജസ്ഥാനിലെ ഖജാർലെ. വൈഷ്ണോയ് മൂവ്മെൻറ്റ് ആരംഭിച്ച സന്യാസി സോംബാജി. വൈഷ്ണോയ് മൂവ്മെൻറ്റ് ആരംഭിച്ച സന്യാസി സോംബാജി. വൈഷ്ണോയ് മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയതാര്? അമൃതാ ദേവി. വൈഷ്ണോയ് മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയതാര്? അമൃതാ ദേവി. രാജാവിൻ്റെ ഭടന്മാരുടെ മരം മുറിക്കൽ തടയാൻ ആരംഭിച്ച പ്രസ്ഥാനം വൈഷ്ണോയ് മൂവ്മെൻറ്റ്. രാജാവിൻ്റെ ഭടന്മാരുടെ മരം മുറിക്കൽ തടയാൻ ആരംഭിച്ച പ്രസ്ഥാനം വൈഷ്ണോയ് മൂവ്മെൻറ്റ്. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര്? സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര്? സുന്ദർലാൽ ബഹുഗുണ. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പരിസ്ഥിതി വിഷയങ്ങളിൽ ആദ്യത്തെ വലിയ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1972. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പരിസ്ഥിതി വിഷയങ്ങളിൽ ആദ്യത്തെ വലിയ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1972. ഏത് മുദ്രാവാക്യത്തിലാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത്? ഓൺലി വൺ എർത്ത്. ഏത് മുദ്രാവാക്യത്തിലാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആരംഭിച്ചത്? ഓൺലി വൺ എർത്ത്. വങ്കാരി മത്തായ് ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ചാമ്പ്യന്മാർക്ക് ആദ്യമായി ഗ്ലോബൽ അവാർഡുകൾ നൽകിയത് ഏതു വർഷമാണ്? 1987. വങ്കാരി മത്തായ് ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ചാമ്പ്യന്മാർക്ക് ആദ്യമായി ഗ്ലോബൽ 500 അവാർഡുകൾ നൽകിയത് ഏതു വർഷമാണ്? 1987. 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? കോട്ട് ഡി ഐവയർ. 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? കോട്ട് ഡി ഐവയർ. ഇക്കോളജി എന്ന വാക്ക് ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹേക്കൽ. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ്. 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? സൊല്യൂഷൻ ഫോർ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? സൊല്യൂഷൻ ഫോർ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം അതത് പരിസ്ഥിതിയോടൊപ്പം കൂട്ടായി രൂപപ്പെടുന്നത് ജീവമണ്ഡലത്തിൽ. ഇക്കോസിസ്റ്റം എന്ന പദം കണ്ടെത്തിയത് ആര്? ആർതർ ജി ടാൻസ്ലെ. ഇക്കോസിസ്റ്റം എന്ന പദം കണ്ടെത്തിയത് ആര്? ആർതർ ജി ടാൻസ്ലെ. അന്തരീക്ഷ ഊഷ്മാവ് നിലനിർത്തുന്നതിൽ അത്യന്താപേക്ഷിതമായ വാതകത്തിൻ്റെ പേര് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷ ഊഷ്മാവ് നിലനിർത്തുന്നതിൽ അത്യന്താപേക്ഷിതമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സമുദ്ര മരുഭൂമി എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന കടലിൻ്റെ പേര് എന്താണ്? സർഗാസോ കടൽ. സമുദ്ര മരുഭൂമി എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന കടലിൻ്റെ പേര് സർഗാസോ കടൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാം. ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന. ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന. ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. ഏറ്റവും കുറവ് വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ്. ഏറ്റവും കുറവ് വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ്. ഇന്ത്യയിൽ ആകെ എത്ര ദേശീയോദ്യാനങ്ങളാണുള്ളത്? 104. ഇന്ത്യയിൽ ആകെ എത്ര ദേശീയോദ്യാനങ്ങളാണുള്ളത്? 104. കേരളത്തിൽ ആകെ എത്ര ദേശീയോദ്യാനങ്ങളാണുള്ളത്? 5. കേരളത്തിൽ ആകെ 5 ദേശീയോദ്യാനങ്ങളാണുള്ളത്.
ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക്, ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്ക്. ലോകത്തിലെ ഒഴുകുന്ന ഒരേയൊരു ദേശീയോദ്യാനം കേബിൾ ലഞ്ചാവോ, മണിപ്പൂർ. ലോകത്തിലെ ഒഴുകുന്ന ഒരേയൊരു ദേശീയോദ്യാനം കേബിൾ ലഞ്ചാവോ, മണിപ്പൂർ.